നമ്മുടെ ഏത് ആഗ്രഹങ്ങളും വളരെ പെട്ടെന്ന് ഞൊടിയിടയിൽ പൂർത്തീകരിച്ച് കിട്ടാൻ കാരണമാകുന്ന അത്ഭുതകരമാകുന്ന നിരവധി അമലുകൾ നമ്മുടെ ഈ ചാനലിൽ തന്നെ പലപ്പോഴും പല സന്ദർഭങ്ങളിലായി പറഞ്ഞിട്ടുണ്ട്. അതിൽ 12,000 ബിസ്മിയുടെ അമലൊക്കെ എത്രയോ ആളുകൾക്ക് ഫലം ലഭിച്ചതാണ്. ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു, 10,000 ചെയ്തു, ആയിരങ്ങൾക്ക് റിസൾട്ട് ലഭിച്ചു, നൂറുകണക്കിന് മെസ്സേജുകളാണ് അതുമായി ബന്ധപ്പെട്ട് മാത്രം വന്നുകൊണ്ടിരിക്കുന്നത്. ഈ 12,000 ബിസ്മിയുടെ അമല് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന, വളരെ പെട്ടെന്ന് റിസൾട്ട് ലഭിക്കുന്ന മറ്റൊരു അമലാണ് ഇന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇത് ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നുള്ളത് ഉറപ്പാണ്. ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കിത് വളരെ ആത്മാർത്ഥമായി ചെയ്യാവുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രത്യേകിച്ച് ഈ ഒരു സന്ദർഭത്തിലൊക്കെ ചെയ്യുന്ന നല്ല ഫലം ലഭിക്കാൻ കാരണമാകും. നിങ്ങളത് ആദ്യമായിട്ട് കേൾക്കുന്നതാണെങ്കിൽ നിങ്ങളത് പെട്ടെന്ന് തന്നെ ചെയ്തു വെക്കാം. ഇത് ചെയ്യാൻ കുറഞ്ഞ സമയം ഒന്ന് മാറിയിരുന്നാൽ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ കാര്യങ്ങളില്ലേ, നമ്മുടെ മകളുടെ വിവാഹം, അതേപോലെ തന്നെ വീടെന്നൊരു സ്വപ്നം, നമ്മുടെ എന്താഗ്രഹങ്ങളാണെങ്കിലും ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന അമലുകളിൽ പലതും ഈ വിനീതനും പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പലപ്പോഴും ചെയ്ത് അതുമായി ബന്ധപ്പെട്ടൊക്കെ ഇരിക്കുന്നൊരു സമയമാണ്. അഥവാ നമുക്കും ഇതുകൊണ്ടൊക്കെ റിസൾട്ട് ഉണ്ട്. നമ്മൾ പല സന്ദർഭങ്ങളിൽ സിയാറത്ത് വേളയിലും മറ്റുമൊക്കെ ഈ സിയാറത്തൊക്കെ വർദ്ധിപ്പിക്കണം. ഇൻഷാ അല്ലാഹ് ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. നമ്മൾ വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിച്ച് ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എന്നത് പറയേണ്ടി വരുന്നത്. ഞാനൊരു ഷോപ്പിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരാൾ പെട്ടെന്ന് ഓടി വന്നിട്ട്, ഞാനും എൻ്റെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ ഇടയ്ക്ക് വന്നിട്ട്, ഉസ്താദ് പറഞ്ഞ 12,000 ബിസ്മിയുടെ അമല് ചെയ്തിട്ട് എനിക്ക് ഈ ഷോപ്പിൽ തന്നെ, ഈ സൂപ്പർ മാർക്കറ്റിൽ തന്നെ ജോലി ലഭിച്ചു എന്ന് പറയുണ്ടായി. നമുക്ക് കേട്ടപ്പോൾ വലിയ സന്തോഷം ഉണ്ടായി. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞൊരു അമലാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ 12,000 ബിസ്മിയുടെ അമലിനെ കുറിച്ചാണ് അവർ പറഞ്ഞത്. അൽഹംദുലില്ലാ, അങ്ങനെ കുറേ ആളുകൾ ഇവിടെ തന്നെ നേരിട്ട് വരുന്ന എത്രയോ ആളുകൾ 12,000 ബിസ്മിയുടെ അമല് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ലഭിച്ചതിൻ്റെ അനുഭവം എത്രയോ ആളുകൾ പറഞ്ഞ് നമ്മൾ കേട്ടതാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കും അത് ചെയ്യാവുന്നതാണ്. ഇതുവരെ അത് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഇത് ചെയ്തു നോക്കാം. തീർച്ചയായും റിസൾട്ട് ലഭിക്കും. എനിക്ക് അനുഭവമുണ്ട്, അതുമായി ബന്ധപ്പെട്ട് എത്രയോ അനുഭവങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് മഹാന്മാരൊക്കെ കിതാബിൽ പറഞ്ഞാണ്. ഞാൻ അതിൻ്റെ തുടക്കം ചെറിയ രൂപത്തിലൊന്ന് പറഞ്ഞുതരാം. നമുക്കിന്ന് പറയാനുള്ളത് മറ്റൊരു അമലാണ്. 12,000 തവണ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് ചൊല്ലുക. ഓരോ ആയിരങ്ങൾക്ക് ശേഷവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ഒരു സ്വലാത്ത് ചൊല്ലി അവൻ്റെ ആവശ്യം പറയുക. ഇലൻഖിലാഇൽ അദദിൽ മദ്കൂർ, ഈ എണ്ണം പൂർത്തീകരിക്കുന്നത് വരെ ഇങ്ങനെ തന്നെ ചെയ്താൽ ഖുളിയത്ത് ഹാജത്തുഹു ബിഇദ്നില്ലാഹി തആല, അള്ളാഹുവിൻ്റെ ഇതിനുകൊണ്ട് അവൻ്റെ ആവശ്യം പൂർത്തീകരിക്കപ്പെടുമെന്ന് സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ചെയ്ത എത്രയോ ആളുകൾക്ക് അനുഭവമുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്, അതേപോലെ തന്നെ നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ചില മാറ്റങ്ങളും കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ നഷ്ടപ്പെട്ടു പോയ ചില സംഭവങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മഹാന്മാരെ സിയാറത്ത് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ എൻ്റെയൊക്കെ ഉസ്താദുമാരൊക്കെ, ഞങ്ങളുടെ ഉസ്താദുമാരൊക്കെ സിയാറത്ത് നന്നായിട്ട് വർദ്ധിപ്പിക്കും. ആ സിയാറത്തിലൂടെ നമുക്ക് വലിയ നേട്ടങ്ങളുണ്ട്. ശരിക്ക് ആ മഹാൻ അള്ളാഹുവിലേക്ക് അങ്ങേയറ്റം അടുത്ത് ജീവിച്ച വലിയ സൂഫി വര്യനാണ്. ഒരു തെറ്റുപോലും കറാഹത്ത് പോലും ചെയ്യാതെ. അപ്പം അങ്ങനെ ജീവിച്ച് അവരൊക്കെ അള്ളാഹുവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ മഹാന്മാരെ സിയാറത്ത് ചെയ്ത് അവരെ മുൻനിർത്തി അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണം. അള്ളാഹു ഈ മഹാൻ്റെ ബറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ഖൈർ നൽകണേ, രോഗങ്ങൾക്ക് ശിഫ നൽകണേ എന്ന്. അപ്പോൾ അള്ളാഹുവിലേക്ക് അടുത്ത ആളെ മുൻനിർത്തി നമ്മൾ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം കിട്ടുന്നതാണ്. ഇപ്പം നിങ്ങൾ നോക്കൂ, ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു 10 മിനിറ്റ് കേട്ടോ. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്, ഇതിന് അത്രയും പെട്ടെന്ന് റിസൾട്ട് ലഭിക്കുമെന്ന് പറയാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഇപ്പോൾ ഒരു മന്ത്രിയുടെ അടുക്കൽ നമുക്കൊരു കാര്യം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സിയാറത്ത് വർദ്ധിപ്പിക്കണം എന്ന് പറയാനുള്ളൊരു പോയിൻ്റാണ് പറയുന്നത്. നിങ്ങൾ ശരിക്കും കേൾക്കണം. നമുക്കൊരു മന്ത്രിയുടെ അടുക്കലിൽ നിന്നൊരു കാര്യം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് മന്ത്രിയോടല്ല നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം. ആ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയോടെ കോൺടാക്റ്റ് ചെയ്യുക, അല്ലേ? ആ പ്രൈവറ്റ് സെക്രട്ടറിയോട് കോൺടാക്ട് ചെയ്ത് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു ഒന്ന് റെഡിയാക്കി തരണം.
നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് മന്ത്രിയോട് പറഞ്ഞൊന്ന് റെഡിയാക്കി തരണം. ഞാനതിൻ്റെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഇന്ന് മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി ഇവരൊക്കെ ഈ ഖബർ സിയാറത്തൊക്കെ നിഷേധിക്കുന്നുണ്ട്. അവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണത്. അപ്പോൾ നോക്കൂ, നമ്മൾ പറയും ഒരു മന്ത്രിൻ്റെ അടുത്ത് ഒരു കാര്യം കിട്ടണമെങ്കിൽ മന്ത്രിയെ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാൻ നമുക്ക് അത്ര ബന്ധം മന്ത്രിയോട് ഉണ്ടാവില്ല. പക്ഷേ ഈ മന്ത്രിയോട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത് അയാളുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. ആ പ്രൈവറ്റ് സെക്രട്ടറിക്ക് മന്ത്രിയോട് നല്ല ബന്ധം ഉണ്ടായതുകൊണ്ട് നമ്മൾ ആരോട് പറഞ്ഞു? പ്രൈവറ്റ് സെക്രട്ടറിയോട് പറഞ്ഞു, ഒന്ന് വേഗം ഒന്ന് ശരിയാക്കിത്താ. ചിലപ്പോൾ അത് മന്ത്രിയോട് പറയുന്നത് പോലെ തന്നെയാണ് നമ്മൾ പ്രൈവറ്റ് സെക്രട്ടറിയോട് പറയാം, ഒന്ന് വേഗം താ. അതാണ് ശരിക്കും നമ്മൾ മമ്പുറത്തെ തങ്ങളെ എന്ന് വിളിക്കലില്ലേ, ബദരീങ്ങളെ എന്ന് വിളിക്കലില്ലേ? ശരിക്കും ബദരീങ്ങളല്ല വിളിക്കുന്നത്. നമ്മൾ പ്രൈവറ്റ് സെക്രട്ടറിയോട് പറയില്ലേ, എൻ്റെ വീടൊന്ന് ശരിയാക്കിത്താന്ന്, അതിനുള്ള പേപ്പർ ശരിയാക്കിത്താന്ന്. ശരിക്കും മന്ത്രിയോട് പറയാനുള്ളത് മന്ത്രിയോട് പറയുന്നത് പോലെ പ്രൈവറ്റ് സെക്രട്ടറിയോട് നമ്മൾ പറയും, ഒന്ന് ശരിയാക്കിത്താ. ശരിക്കും ഇയാൾക്കത് ശരിയാക്കി തരാൻ കഴിയുന്നില്ല, മന്ത്രിയോട് പറഞ്ഞിട്ട് വേണം ശരിയാക്കി തരാൻ. പക്ഷെ എന്നാലും നമ്മൾ ആ ചെയ്യുന്നത്, ഈ മന്ത്രിക്ക് ഏറ്റവും കൂടുതൽ ബന്ധം പ്രൈവറ്റ് സെക്രട്ടറിയോടാണ്. പ്രൈവറ്റ് സെക്രട്ടറിയോട് പറഞ്ഞാൽ പ്രൈവറ്റ് സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങൾ റെഡിയാക്കി തരും. അതുപോലെയാണ് മഹാന്മാർ. യഥാർത്ഥത്തിൽ അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിച്ച മഹാന്മാരെ മുൻനിർത്തി നമ്മൾ ദുആ ചെയ്യണം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ ബദരീങ്ങളെ എന്നൊരു വിളിയാണ്, അതിൻ്റെ അർത്ഥം അള്ളാഹ് അല്ലാത്തവരെ വിളിക്കുക എന്നല്ല. ശരിക്കും നമ്മൾ ഈ ഒരു ഉദാഹരണം മനസ്സിലാക്കിയാൽ കറക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അമലാണ് യഥാർത്ഥത്തിൽ ഇത്. നമ്മുടെ ഏത് ആഗ്രഹവും വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ചിട്ടാൻ കാരണമാവും. രാത്രിയും പകലും 1000 തവണ ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. 40 ദിവസം ഇങ്ങനെ ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്നത് തുടരണം. ഏത് ആഗ്രഹവും നിറവേറും. ഒന്നതാണ്. രണ്ടാമത്തത് നമ്മുടെ ഒരമലാണ്. രണ്ടാമത്തത്, ആരെങ്കിലും, ഇത് ആദ്യം പറഞ്ഞ് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. ഇനി നോക്കൂ, ആരെങ്കിലും ഹലാലായ ഉദ്ദേശം നിറവേറണമെന്ന ആഗ്രഹത്തോടു കൂടെ ഖിബിലക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹ, ആയത്തുൽ കുർസി, അതേപോലെ തന്നെ അലം നശ്റഹ് എന്നിവ പാരായണം ചെയ്യണം. അതിനുശേഷം മഹാനരായ ഗൗസുൽ ആദം ഖുതുബുൽ അഖ്താബ് ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ ഹദറത്തിലേക്ക് ഇതിനെ ഹദിയ ചെയ്യണം. അപ്പോൾ ഏതൊക്കെ? സൂറത്തുൽ ഫാത്തിഹ, ആയത്തുൽ കുർസി, അലം നശ്റഹ് പേരിൽ ഹദിയ ചെയ്യുക. അങ്ങനെ ഹദിയ ചെയ്തിട്ട് കിഴക്കു ഭാഗത്തേക്ക് 12 ചവിട്ടടി നടക്കണം. ആ സമയത്ത് യാ സയ്യിദി അബ്ദുൽ ഖാദിർ എന്ന് പറയണം. എത്ര തവണ പറയണം? 10 തവണ പറയണം. എന്നിട്ട് അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യം പറയുക. ബി ഇദ്നില്ലാഹി തആല ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടുമെന്ന് സ്വാലിഹീങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് ചില കിതാബുകളിലൊക്കെ, മുജറബാത്തിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ ഒരു അമൽ ഇങ്ങനെ തന്നെ പറഞ്ഞതായിട്ട് കാണാം. വളരെ എളുപ്പം നമുക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ സമയം എടുക്കേണ്ടതില്ല. ആദ്യത്തിന് കുറച്ച് കൂടുതൽ സമയം എടുക്കും, പക്ഷേ ഇതിനത്ര സമയം എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ 12,000 ബിസ്മിയുടെ അമൽ പറഞ്ഞതുപോലെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് ലഭിക്കുന്ന അത്ഭുതകരമാകുന്ന ഈ അമൽ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നമ്മൾ ഒരാളോടൊരു കാര്യം നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആരോടാ പറയുക? ഇപ്പോൾ ഇവിടെ തന്നെ നേരിട്ട്, ഞാൻ വലിയ ആളായിട്ട് വരില്ല, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഇവിടെ ചിലപ്പോൾ നല്ല തിരക്കുണ്ടാകുമ്പോൾ ഇവിടെ പുറത്തുള്ള മുതഅല്ലിമീങ്ങളോട് ഒന്ന് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റിക്വസ്റ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ പുറത്തുള്ള മുതഅല്ലിമീങ്ങളോട്, ഞങ്ങൾ ദൂരത്തുനിന്ന് വരുന്ന, മംഗലാപുരത്തുനിന്ന് വരുന്ന, ഒന്ന് വേഗം കയറ്റിത്തരുമെന്ന് വെച്ചിട്ട്. അപ്പോൾ അത് എന്താ, അവരോട് പറയാൻ കാരണം എന്താ? അവർ നമ്മളോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുമ്പോൾ അവരോട് പറഞ്ഞാൽ, അവർ റെക്കമെൻഡ് ചെയ്താൽ ഞാനത് സമ്മതിക്കുമെന്ന് കരുതിയിട്ട്, മനസ്സിലായില്ലേ? അതേപോലെ നമ്മൾ ബദരീങ്ങളെ തവസ്സുലാക്കുമ്പോൾ, ബദരീങ്ങളെ മുൻനിർത്തുമ്പോൾ, ഷെയ്ഖ് ജിലാനി തങ്ങളെ മുൻനിർത്തി ചോദിക്കുമ്പോൾ, അവർ അള്ളാഹിനോട് നമ്മളെക്കുറിച്ച് പറഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ചിട്ടും. കാരണം എന്താ? അവരത്രയും അള്ളാഹിനോട് അടുത്ത് നിൽക്കുന്നവരാണ്, അല്ലേ? അത്രയും ബന്ധമുള്ളവരാണ്. ആ പോയിൻ്റ് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഉദാഹരണം മനസ്സിലായോ? അതൊന്ന് പറയണേ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.